നമസ്കാരം. ന്യൂസ് 8-ൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് വിഷു ആശംസകൾ. വിഷു നമ്മുടെ കാർഷികോത്സവം, വിളവെടുപ്പിൻ്റെയും പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും എല്ലാം ഉത്സവമാണ്. ഞാനെന്നുള്ളത് ഒരു വിഷുപ്പാടത്താണ്. വിഷുപ്പാടം എന്ന് പറയാൻ കാരണം ഇവിടെ കണിവെള്ളരിയും കണിമത്തങ്ങയും ഒക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് വിഷുവിനൊന്ന് കണി കാണാൻ അന്യസംസ്ഥാന പച്ചക്കറി ലോറി, പ്രത്യേകിച്ച് ഈ കണിവെള്ളരിക്കയും കണിമത്തങ്ങയും ഒക്കെ നിറഞ്ഞ പച്ചക്കറി ലോറികൾ കേരളത്തിലേക്ക് വരുന്നത് കാത്ത് മലയാളി ഇരിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അല്ലെങ്കിൽ കേരളത്തിൽ വ്യാപകമായി തന്നെ ഇത്തരം സംഭവങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ചേർത്തലയിൽ നമ്മുടെ സുജിത്തിൻ്റെ പാടത്താണ്. സുജിത്തിൻ്റെ പ്രേക്ഷകർക്കറിയാം, വെറൈറ്റി ഫാർമർ എന്ന തൻ്റെ പേജിലൂടെ കൃഷിയുടെ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന, കൃഷി തന്നെ മലയാളിക്ക് ഒരു അനുഭവമാക്കി തീർക്കുന്ന ചെറുപ്പക്കാരനാണ്. സുജിത്തിൻ്റെ പാടത്ത് സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്ന കണിവെള്ളരിക്കയും കണിമത്തങ്ങയും എല്ലാം വിളവെടുക്കുകയാണ്. ആ വിളവെടുപ്പിൻ്റെ കാഴ്ചകളിലേക്ക്, ഒപ്പം സുജിത്തിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട കണിപ്പാടത്തിൻ്റെ എല്ലാം ബിഹൈൻഡ് ദ കർട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ സുയിത്താണ് എന്നോടൊപ്പം ഉള്ളത്. സുയിത്തിനെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതം വെറൈറ്റി ഫാർമർ എന്ന പേജ് വഴിയായിരിക്കും. സുയിത്ത് ചെയ്യുന്ന ഓരോ കൃഷിയും അല്ലെങ്കിൽ ഓരോ വിശേഷവും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെ എല്ലാം കേരളമാകെ സുപരിചിതമാണ്. എന്തായാലും സുയിത്തുണ്ട്. സുയിത്തെ വിഷു ആശംസകൾ. സുജിത്തിന് എന്നും വിഷുവാണ്, കാരണം വിഷു നമ്മളൊരു കാർഷികോത്സവമാണ്. പക്ഷേ സുയിത്തിനെ സംബന്ധിച്ച് 365 ദിവസവും ആ വിളവെടുപ്പും കൃഷിയുമായിട്ട് ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന, എങ്ങനെ അത് ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ ആളുകളിലെ കൃഷിയിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് ഗവേഷണം നടത്തുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഈ കണിപ്പാടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിപ്പോൾ എത്ര ടൺ കണിവെള്ളരിയാണ് ഈ വിഷുവായിട്ട് പ്രമാണിച്ച് വിളവെടുക്കാൻ പോകുന്നത്? ഒരു 12,000 കിലോ കണിമത്തനും 12,000 കിലോ കണിവെള്ളരിയാണ് ഇത്തവണ വിളവെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് വിളവെടുപ്പ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇപ്പോൾ ഇന്നലത്തോടെ എടുക്കാൻ തുടങ്ങി. അതായത് 9-ാം തീയതി, 10-ാം തീയതി, 11-ാം തീയതി ആയിട്ട് എടുക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ 10-ാം തീയതി മാത്രമാണ്. ഇത്ര എല്ലാം ഘട്ടഘട്ടമായിട്ട് അതാ ഫ്രഷോടെ ഇരിക്കും. ഏറ്റവും നോട്ടമുള്ളതായിരിക്കണമല്ലോ, ഒരുപാട് പോലും ഇടാത്ത, ഒരു കുത്തുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അത്രത്തോളം തിരിവും വരും. ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 70% മാത്രമാണ് കടയിലേക്ക് പോകുന്നത്. 30% പാടത്ത് ഡാമേജ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അത്രക്ക് സെലക്റ്റീവായിട്ട് എടുക്കുന്ന സമയമാണ്. ആൾക്കാർക്ക് അത്ര സെലക്റ്റീവായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. ഏറ്റവും നല്ല ഗോൾഡൻ കളറായിരിക്കണമെന്ന് മാത്രം. ഈ നമ്മൾ ഈ കണിവെള്ളരി സ്വാഭാവികമായിട്ട് നമ്മൾ കണി ഒരുക്കുമ്പോൾ നമ്മളെ നോട്ടം ആദ്യം പോണത് ഈ വെള്ളരിക്കല്ലേ, വെള്ളരി മത്തനും ഒക്കെ. കാരണം അതിൻ്റെ ഒരു ഐശ്വര്യം അതാണ്. ഈ കണിവെള്ളരി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ആ ഒരു കളറും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചേർത്തലാണ് കൃഷിയെങ്കിലും സുയിത്തിൻ്റെ കണിവെള്ളരി കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് പോകും, തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, എറണാകുളം, അങ്ങനെ പല സ്ഥലത്തായിട്ട് ബൾക്കായിട്ട് പോകും. എന്നിട്ട് അതല്ല, കടകളിൽ പോയിട്ട് അവിടുന്ന് പല രീതിയിൽ പോകും. ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് പോകുന്നത് സാധാരണ. നമ്മൾ ഈ സാധാരണ ഈ കണിമത്തനൊക്കെ നമുക്ക് കർണാടകയിൽ നിന്ന് വരുന്ന കണിമത്തനാണ്. നമ്മൾ ഈ വിഷുവായിട്ട് കണിമത്തൻ തന്നെ നമുക്ക് കേരളത്തിലേക്ക് വന്നു തുടങ്ങിയിട്ട് അധികം കാലമല്ല. ഒരു പണ്ട് കർണാടകയിൽ നിന്ന് വരുന്ന ബാംഗ്ലൂർ മത്തങ്ങ എന്നൊക്കെ നമ്മളിങ്ങനെ മൈസൂർ മത്തൻ, ബാംഗ്ലൂർ മത്തൻ ഒരു 6-7 വർഷമായാലും കേരളത്തിൽ പോപ്പുലർ ആയിട്ട് മത്തനൊക്കെ. കണിവെള്ളരി നേരത്തെ ഉണ്ടായിരുന്നു. അതല്ല, വേറെ സാധ്യത ഈ കണിവെള്ളരിക്കായിട്ടുള്ള കൃഷി തമിഴ്നാട്ടിലില്ല, മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരികയല്ല. കണിവെള്ളരിക്കായിട്ടുള്ള കൃഷി നടത്തുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് മാത്രം ഈ കണിമത്തൻ നമ്മുടെ പാടത്ത് ഇത് വരുന്നു എന്നുള്ളത് തന്നെ. നമ്മൾ ഈ പറഞ്ഞ പോലെ 6-7 വർഷം മുമ്പ് നമ്മൾ ഇത് ബാംഗ്ലൂർ സാധനം എന്ന് പറഞ്ഞുകൊണ്ട് സാധനം ഇപ്പൊ നമുക്കത് കണിമത്തനായി, നമ്മൾ ഇവിടുത്തെ മത്തങ്ങയായി. അല്ലെ, ഇത് കഴിഞ്ഞ് കറിക്കായിട്ട് ഉപയോഗിക്കല്ല. അത് കറിക്ക് ഉപയോഗിക്കുക അല്ലേ, നല്ല കാണാൻ ഷോയ്ക്ക് മാത്രമല്ല. മലയാളം കണി എന്ന് വെച്ചാൽ ഒരു വർഷത്തെ പാലാണ്. അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ എത്രത്തോളം ഭംഗിയുള്ളത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഈ കണിമത്തനും കണിവെള്ളരിക്കൊക്കെ കുറച്ച് അധികമായിട്ട് കൃഷി ചെയ്യാമെന്നുള്ള തീരുമാനം? ഇതിന്റെ ഒരു സാധ്യത തന്നെയാണല്ലോ. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഫോക്കസ് ചെയ്ത് ഓരോ ഫെസ്റ്റിവൽ കണക്കൂടി കൃഷി ചെയ്യുന്നത് മറ്റുള്ള സ്റ്റേറ്റുകാരാണ്. ഇപ്പൊ കുറച്ച് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ഇപ്പൊ തണ്ണിമത്തന്റെ സമയത്തായിരുന്നു നമ്മൾ തണ്ണിമത്തൻ വ്യാപകമായിട്ട് ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. കേരളത്തിൽ അടിപൊളിയായിട്ട് ലാഭകരമായിട്ട് ചെയ്യുന്നത് തണ്ണിമത്തൻ ഇവിടെ നമ്മൾക്കുണ്ട്. നമ്മൾ ഘട്ടമായിട്ട് ചെയ്യണം വേനൽക്കാലത്ത്. അതല്ല, ഇപ്പൊ മഴക്കാലത്തായാലും തണ്ണിമത്തൻ അത്യാവശ്യം ഡിമാൻഡുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരാഴ്ച ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്, വെണ്ടയും പറഞ്ഞാലൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതാണ്. അപ്പൊ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ബൾക്കായിട്ട് കയറിപ്പോവും. ഒറ്റയടിക്ക് പല വണ്ടിയിലായിട്ട് കയറി പോകാനുള്ള സാധ്യത, ഒറ്റയടിക്ക് തന്നെ ബൾക്ക് കയറിപ്പോവും.
അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഇപ്പം കണിമത്തങ്ങ നമ്മൾ കണിയിൽ വെക്കുന്ന ബാക്കി ചില പച്ചക്കറികളുണ്ട്. ഇപ്പോൾ മാങ്ങ ചിലർ വെക്കാറുണ്ട് അല്ലേ? അപ്പം അത്തരത്തിലുള്ള മാങ്ങയുടെ പരിപാടി ഇല്ലാന്ന് തോന്നുന്നല്ലേ? അങ്ങനെ സീസൺ അല്ലേ, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും മാങ്ങകൾ മുട്ടിട്ട് അതാണ് വെറുതെ നമ്മൾ അതിനെ സമയം മെനക്കെടുത്ത ഇഷ്ടംപോലെ സീസൺ ടൈമാണ്. വിഷു എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് മാങ്ങയുടെ ഡിമാൻഡ് പോകേണ്ട സമയമാണ്. അത് വിഷു കഴിഞ്ഞാൽ മഴ കഴിഞ്ഞ് മാങ്ങയുടെ ഡിമാൻഡ് പോകും. ഇപ്പൊ വിഷുവിലൊക്കെ നല്ല അടിപൊളി മധുരമുള്ള മാങ്ങ, നല്ല വെയിലിങ്ങനെ കത്തി നിൽക്കുകയല്ലേ, മാങ്ങയ്ക്കൊക്കെ നല്ല ഡിമാൻഡുള്ള നല്ല മധുരമുള്ള സമയമാണ്. ഒരുപാട് വെറൈറ്റി മാങ്ങകൾ ഇപ്പൊ സുലഭമാണ്. മൂവാണ്ടനും കിളിച്ചോണ്ടനും തമ്പുരു അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി മാങ്ങ. ഈ കണിവെള്ളരി ഈ ലാഭം നമുക്ക് ഈ രണ്ട് സാധനം വിഷുകാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലാഭത്തിലേക്ക് ഇത് വരും. തീർച്ചയായിട്ടും നമുക്ക് ബൾക്കായിട്ട് കയറി പോകില്ല. അതിൽ ഒറ്റ വിളവെടുപ്പാണ് ഇതൊക്കെ. ഇത് കഴിഞ്ഞ പിന്നെ വെള്ളയുടെ വില സുറന്ന് പറഞ്ഞ് താഴ്ത്തിട്ട് പോകും. മറ്റൊന്നതിന് കണിക്കൊന്നര അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും കണിവെള്ളരി അതായത് ഒരു 30 രൂപ മാർക്കറ്റിലുള്ള സാധനം വിഷു കഴിഞ്ഞ ഉടനെ അത് 10 താഴെയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഒരുമാതിരി കളർ കംപ്ലീറ്റ് പറിച്ചിട്ട് പരമാവധി എല്ലാം കൃഷി അങ്ങോട്ട് കളഞ്ഞേക്കും, അടുത്ത ക്രോപ്പിലേക്ക് പോകും. കുറച്ച് ഏരിയ മാത്രമേ വെച്ചേക്കുള്ളൂ. പിന്നെ നമ്മൾ ഈ കണിക്കൊന്നര കാര്യം പറയുന്നത് വിഷുവിന്റെ അന്ന് വരെ നെഞ്ചും ആർക്ക് വേണമെന്നല്ലേ. ഈ ഞാൻ എനിക്കൊന്നൊരു 10 വർഷം മുമ്പ് സുഹൃത്തിനെ ആദ്യം കാണുമ്പോൾ സുഹൃത്ത് ഒരു ഓണക്കാലത്ത് കൂട്ടുകാരായിട്ടൊരു പൂപ്പാടം അത് ചെയ്തു. അന്ന് ആ വാർത്ത ഭയങ്കര, കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പൂപ്പാടം അന്ന് ചെയ്യുന്നത്. നമ്മൾ വാർത്ത ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ സുഹൃത്തിനെ കാണുമ്പോൾ സുഹൃത്ത് ഓരോരോ കൃഷികളിലായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നോക്കുമ്പോൾ തണ്ണിമത്തൻ കൃഷി, അത് 3-4 വർഷം മുമ്പാണ് കണ്ടത്. തണ്ണിമത്തൻ ഗംഭീരമായിട്ട് കൃഷി ചെയ്യുന്നു. പിന്നെ ഈ ബട്ടർ ഫ്രൂട്ട് പോലെ ഈ നമ്മളധികം കേട്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെയാണ് സുഹൃത്ത് തേടി പിടിച്ച് ഇവിടെ. മലയാളികൾ ഒരുപാട് വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ കൃഷി ചെയ്തവർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മാർക്കറ്റ് ചെയ്യുന്ന സ്ഥലം എറണാകുളമാണ്. നമ്മളൊക്കെ ചെല്ലാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഡിമാൻഡുണ്ട്, നമുക്കൊരു ഇഷ്ടമുണ്ട്. കൃഷിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിൽക്കാൻ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ്. നമ്മളിപ്പോൾ 1-2 വിളകൾ മാത്രമല്ല. ഇപ്പം ഇപ്പറേ പയറുണ്ട്, വെണ്ടയുണ്ട്, 10-20 കൂട്ടം പച്ചക്കറികളുണ്ട്. അത് മാത്രമല്ല വിഷുവിന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ എല്ലാ സമയത്തും ഘട്ടം ഘട്ടമായിട്ട് പല ഇപ്പുറത്തെ വേറെ ഫ്ലോട്ട് ഇവിടെ ഇണക്കിയിട്ടിരിക്കും. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൃഷി നടക്കും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചേർത്തല സൗത്ത് പഞ്ചായത്തിലാണ്, കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് എന്റെ വീട്. അപ്പൊ അങ്ങനെ മുഹമ്മദ് പഞ്ചായത്ത്, തണ്ണീർമുക്കം, അങ്ങനെ 3-4 പഞ്ചായത്തിലായിട്ട് ഏറ്റവും പീക്കായിട്ടുള്ള കൃഷിയുടെ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ കൃഷിയുടെ മോഡൽ പോകണം. അങ്ങനെ മൊത്തം എത്ര ഏക്കറിലുണ്ട്? 20 ഏക്കർ സ്ഥലത്താണ് ചെയ്യുന്നത് പ്രധാനമായിട്ട്. അപ്പൊ എനിക്കൊന്ന് അത്രയും ക്രോപ്പ് കാണുമല്ലോ, 20 അല്ലേ? പല പല വെറൈറ്റികളുണ്ട്, പല പല സ്ഥലത്ത്. എപ്പോഴും ഒരു 3-4 ഫീൽഡ് ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഇണക്കിയിട്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ കണ്ടിന്യൂസ് ഇങ്ങനെ സാധനങ്ങൾ നമുക്ക് എല്ലാ മാസവും വരുമാനം വരുന്ന ഒരു തരത്തിലാണ് നമ്മൾ ഈ കൃഷി അറേഞ്ച് ചെയ്യുന്നത്. വേറെ കാര്യമുണ്ട്, 14 പേര് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേച്ചിമാര് നമ്മുടെ ഒപ്പം ഉണ്ട്. അവരെ സ്ഥിരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് തൊഴിൽ വേണം, അവർക്ക് അല്ലേ? അതൊരു നമ്മൾ കൃത്യമായിട്ട് ചേർന്ന്, അല്ലെ എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് പോകണമെങ്കിൽ ഇപ്പൊ ഞാൻ നിർത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ അവർക്കും ഒരു വരുമാനം. അതല്ല, ഇപ്പൊ ഞാനായാലും അവരൊക്കെ എടുക്കുന്ന വെച്ചാൽ എങ്ങനെയും കുറെ ഡാമേജ് വരും, ചെറിയൊരു ഡാമേജ്, എങ്ങനെ ഒരു 25% ഡാമേജ് വരും. അതൊക്കെ ഞങ്ങൾക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഒരു നേട്ടം കൂടെ ഉണ്ട്. ഞാനിപ്പോഴും കാണും ഈ കൂടെ സുഹൃത്തിൻ്റെ വീഡിയോ കാണുന്നത്. അതായത് ഒരു നല്ല ഒരു മഴയൊക്കെ പെയ്ത് പിറ്റേന്ന് രാവിലെ മുട്ടപ്പം വെള്ളം നിറഞ്ഞ് പാടത്തിറങ്ങി ഈ ക്രോപ്പുകൾ പരമാവധി സേവ് ചെയ്യാൻ നോക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റുന്ന ക്രോപ്പുകളൊക്കെ. പക്ഷെ എന്താ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കർഷകനല്ലെങ്കിൽ പോലും ഒരു സാധാരണക്കാരനാകുമ്പോഴേ നമ്മൾ ഈ നട്ട് വളർത്തി ഒരു സാധനം ഇങ്ങനെ വെള്ളത്തിൽ പോകണമെങ്കിൽ ഈ കാണുന്നവൻ്റെ നെഞ്ച് പൊടി. കാരണം ഞാൻ കൃഷിയിലേക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്ത വർഷമാണ് ഈ വർഷം. കാരണം ഈ വേനൽമഴ ചെറിയൊരു മഴയൊക്കെ ആയിട്ടാണ് കൂടുന്നത്. പക്ഷേ ഇത്തവണ പെയ്ത മഴയൊക്കെ ഒരു 2-3 പ്രാവശ്യം നല്ല കന്നായിട്ടുള്ള മഴയാണ് പെയ്തത്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ കൃഷി നടക്കുന്ന സമയം ജനുവരി മാസം കഴിഞ്ഞാൽ പാടശേഖരത്തിലേക്കാണ് കൃഷി പോകുന്നത്. പക്ഷേ നല്ല വിളവ് കിട്ടും അവിടെ. പക്ഷെ അമിതമായിട്ടുള്ള മഴ പെയ്യണമെങ്കിൽ നമുക്ക് റിസ്ക്കുമാണ്. അപ്പോൾ ഈ വർഷം ഇച്ചിരി വേദനിപ്പിച്ചതും അന്നേ വേറൊരു പാടത്ത് ഗുണവും ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തിരി താഴ്ന്ന സ്ഥലത്തൊക്കെയാണ് കുറച്ച് വെള്ളം ഇങ്ങനെയൊക്കെ 2-3 സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ വേറൊരു പാടത്ത് ഗുണകരമായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ടോട്ടൽ നോക്കുമ്പോൾ നല്ലൊരു വിഷുക്കാലാണ്, നല്ലൊരു വിളവെടുപ്പിന്റെ ഒരു കാലമാണ്, ഐശ്വര്യത്തിന്റെ കാലമാണ് ഈ ഒരു സമയം. ഒരു ഫുൾ ടൈം കൃഷിയിലേക്ക് തിരിഞ്ഞതിന് ശേഷം എന്താണ് സുഹൃത്തിന് ജീവിതത്തിൽ വന്നൊരു മാറ്റം എന്താണ്? മറ്റത് അങ്ങനെയല്ല, നമ്മളൊരു ഇതിപ്പോൾ ഹോബിയായിട്ട് ചെയ്യുന്നവരുണ്ടാകും, പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ സുഹൃത്ത് അങ്ങനെയല്ല, സുഹൃത്ത് ഒരു 24 hour കർഷകനാണ്. അപ്പോൾ എങ്ങനെ ആ ഒരു ഈ സാധനം ജീവിതത്തിൽ കൊണ്ടുവന്നൊരു മാറ്റം എന്താണ്? ഞാൻ പറഞ്ഞു, അത്രക്ക് പാഷനുള്ള, അത്രക്ക് നാളെ എന്ത് ചെയ്യണമെന്നുള്ള അത് ഫുള്ള് എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനത്തെ ഒരു സാധനം കിടക്കുകയാണ്. മനസ്സിലല്ലേ? അത് ഫുള്ളൊരു അമിതമായിട്ടുള്ള വരുമാനം കിട്ടുന്ന പ്രതീക്ഷിച്ചല്ല, ഇത് എൻ്റെ ഒരു പാഷനാണ്. അപ്പം അങ്ങനത്തെ ഒരു കണക്കൂട്ടിൽ എന്താ വരുമാനം കിട്ടുന്നതുകൊണ്ട്. കാരണം നമ്മൾ അത് ഡെഡിക്കേറ്റഡ്, നമ്മുടെ ഇപ്പം ഞാനൊക്കെ കാശ്മീരിലേക്ക് വരുന്ന
തുടക്കത്തിലുള്ള എഫേർട്ട് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് വേണം. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ മേഖലയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാനും മാർക്കറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സുഹൃത്ത്, അതായത് ഇപ്പം മുളക് ഒരു സൈഡിൽ മുളക് കൃഷി, മുളക് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ എന്ന് പറയുന്നത് മുളകാണ്, പിന്നെ വഴുതന എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ വഴുതന, വെണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇതിനുള്ളൊരു സമയം എങ്ങനെയാണ് സുഹൃത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? കാരണം സുഹൃത്ത് ഇപ്പം ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ കൃഷി ചെയ്ത് വണ്ടി കയറ്റി വിടല്ലേ, സുഹൃത്ത് പല സ്ഥലത്ത് ഇത് കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ മാർക്കറ്റിൽ ഇത് കൊണ്ടുവച്ചിട്ട് അങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടി കച്ചവടം ചെയ്യുന്ന ഒരു രീതി. അതെന്നില്ലേ, അതെന്ന് വെച്ചാല് അളമുട്ടിയ ചേര കഴിക്കുന്നുള്ള സാധനം. ഇതൊക്കെ എല്ലാവർക്കും ഇപ്പം റീറ്റെയിൽ പോകണം, ഹോൾസെയിൽ പോകണം, ചില സമയത്ത് മടുപ്പുണ്ടാവും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ ഈ കഴിഞ്ഞൊരു ബുധനാഴ്ച തൊട്ട്, അതായത് പെസഹ വ്യാഴം ദുഃഖവെള്ളി ഞായറെല്ലാം കൂടെ വന്നപ്പോൾ എല്ലാവരും ഒക്കെ ടൂറ് പോയി, കടകളൊക്കെ അവധിയായി. അപ്പൊ ആ സാധനങ്ങൾ മിച്ചം വന്ന സാധനങ്ങൾ നമ്മൾ അടിച്ചു തീർത്തേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് കൂടുതൽ ഞാൻ ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങി സാധനങ്ങൾ വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇത്ര എഫർട്ട് ഇട്ട്. അപ്പൊ നമ്മളൊരു നോർമൽ വിലക്കം കണ്ട് വിറ്റ് തീർക്കുക, അത് മാത്രം നാട്ടുകാർക്ക് ഇഷ്ടമാണ്. അതാണല്ലോ എപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ നല്ല സാധനമായിട്ട് എടുക്കാറുണ്ട്. അത് ആളുകൾ ഭയങ്കര രസമായിട്ട് വാച്ച് ഈ ആളുകൾ അന്വേഷിച്ചിട്ട് നാളെ എവിടെയാണ് കച്ചവടം അന്വേഷിച്ച് വരെയൊക്കെ ചെയ്യുന്നുണ്ട്. തോട്ടത്തിന്റെ 100 മീറ്റർ മാറി പച്ചക്കറി ഫുള്ള് ഇപ്പം വിളവെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സിസ്റ്റമാണ് കൂടുതലായിട്ടുള്ളത്. ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പകുതിയിലേറെ ഉൽപ്പന്നങ്ങളും ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇവിടെ ഉൽപ്പന്നം നോക്കിയാൽ പാവല്, പടളം, പീച്ചില്, കുക്കുംബർ, പയർ തന്നെ പല വെറൈറ്റി, മത്തൻ, കണിവെള്ളരി, മുളക്, അങ്ങനെയുള്ള 10-20ഓളം പച്ചക്കറികൾ ഫ്രഷ് ആയിട്ട്, അതായത് പറിച്ച് 1 മണിക്കൂറിൽ കസ്റ്റമറിൽ വിഷരഹിതമായിട്ട് എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. പച്ചക്കറി മാർക്കറ്റ് ചെയ്യുന്നില്ലേ ഏറ്റവും ഇഷ്ടം എനിക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ ആണ് താല്പര്യം. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി പ്രദേശത്തൊക്കെ ഒരുപാട് പേരാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പൊ എനിക്കും അതൊരു ആവേശമാണ്. അപ്പൊ പ്രൊഡക്ഷൻ ഇവിടെ ആവശ്യം കൂടും, ഇപ്പൊ നമ്മുടെ ചേച്ചിമാർക്കായാലും ആവശ്യം കൂടും. അപ്പൊ അവരൊക്കെ പറയും കൂടുതൽ എറണാകുളത്തേക്ക് പോവാം എന്നുള്ളതാണ്. എറണാകുളത്തുള്ള ആൾക്കാർ എത്രത്തോളം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ അതനുസരിച്ചുള്ള ക്വാളിറ്റി എപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് മുളക്കെന്ന് വെച്ചാൽ അടിപൊളി എരിവെള്ള മുളക്, എറണാകുളത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന റെഡ് പയർ, പച്ചപ്പയർ, ഇളം പച്ചപ്പയർ, കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്ന രീതിക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ ഇവിടുന്ന് ഈ ഇതുമായിട്ട് പോകുമ്പോൾ അവിടെ ആളുകൾ കാത്തിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ? അവിടെ എല്ലാവരും നമ്മളെ വണ്ടിയും കാത്ത് വണ്ടി ഇടാനുള്ള പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കി അവർ കാത്തിരിക്കുകയായിരിക്കും. ഈ എല്ലാം ജൈവ പച്ചക്കറികളാണ്, ഇത് കൊണ്ടു ചെല്ലുന്നതെല്ലാം അപ്പോഴും തീരുകയാണ്. മാക്സിമം ഒരു 2 മണിക്കൂറിനുള്ളിൽ സാധനം സെയിൽ ഫുൾ അല്ലേ? എന്താ അവർ പറയുക? അവർക്ക് ഈ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥിരം മേടിക്കുന്ന ആൾക്കാരായിരിക്കില്ല, അവരെന്താ പറയുക? അവർക്ക് നമ്മുടെ പച്ചക്കറിയുടെ ടേസ്റ്റ്, പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഇതെല്ലാം ഓർഗാനിക് ആണെന്ന് പറഞ്ഞാൽ ആ ടേസ്റ്റ് ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ പറയുമായിരുന്നു ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വാങ്ങിച്ച ആൾക്കാർ അവരുടെ എന്താ പറയുക വാവഴിയുള്ള ഒരു പരസ്യം ഉണ്ടല്ലോ, അങ്ങനെ ആവുമ്പോൾ ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ വണ്ടിയും കാത്തോടെ കളക്ടറിലുണ്ടാവും. 2 ദിവസം 2 ദിവസം എന്നുള്ള അവർക്ക് കുറെ അധികം സ്റ്റാഫിന് ഇപ്പോൾ ഫുഡ് പച്ചക്കറി കിട്ടുന്നില്ല, പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വാങ്ങുന്നത്. അവർ പറയുന്നുണ്ട്, അവർ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് റെഡിയാക്കാന്നാണ് പറയുന്നത്. 1 ദിവസം കൂടെ അവർക്ക് വേണ്ടിയിട്ട് സ്റ്റാഫിന് മാത്രമായിട്ട് 1 ദിവസം ചെല്ലണം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട് അവിടെ. ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഞങ്ങളെ കാത്തു നിൽക്കുന്നത് നമ്മുടെ പച്ചക്കറിയും കൂടി ചെല്ലുമ്പോൾ അവർ തന്നെ ഇറക്കാൻ സഹായിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രത്യേക നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ.
കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. അതേപോലെ തന്നെ ഈ സുയിത്ത് ഇതുവരെ ചെയ്തതില്ലേ, ഇപ്പം നമ്മൾ വെറൈറ്റി ഫാർമർ എന്ന് പേരിട്ടൊരു പേജൊക്കെ ഉണ്ട്, പക്ഷേ സുയിത്ത് ഇതുവരെ ചെയ്തതിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രോപ്പ് ഏതെന്നാണ് സുയിത്തിന് തോന്നിയിട്ടുള്ളത്? ഒരു എനിക്കെല്ലാം വെറൈറ്റി ആണ്. എനിക്ക് പോലും ഫ്ലോട്ടിംഗ് കൃഷിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. കായില്ല, അത് നല്ല ടൂറിസത്തിന് സാധ്യത. ഭയങ്കര അപ്പൊ ടൂറിസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. ഇപ്പൊ കുമരകത്ത് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെന്റ് കുറച്ചൊരു കർഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു ഭയങ്കര സാധ്യതയുണ്ട്. മറ്റുള്ള രാജ്യത്തൊക്കെ ഭയങ്കരമായിട്ട് വേണ്ടി പൈസ അവർ ഏൺ ചെയ്യുന്നത് ഈ ടൂറിസം കൊണ്ടാണ്. സുയിത്തിന് ഇസ്രായേലിൽ ഇത് പഠിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ കൃഷി രീതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുന്ന് സർക്കാർ പറഞ്ഞു വിട്ടാണല്ലോ. അവിടെ പോയി അവിടെ നിന്ന് കൊണ്ടുവന്നൊരു അവിടെ നിന്ന് അബ്സോർവ് ചെയ്ത് ഇവിടെ പരീക്ഷിച്ച് വിജയിച്ചെന്തൊരു എന്തായാലും എവിടെ പോയാലും നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് മാത്രമല്ല ഇസ്രായേൽ ടെക്നോളജി എന്തായാലും നമ്മളിപ്പം ഭൂരിഭാഗം ഏരിയയിലും ഇസ്രായേൽ ടെക്നോളജിയാണ്. ഇപ്പം കേരളത്തിലൊക്കെ കേരളത്തിന് വെളിയിലൊക്കെ ഒരുപാട് വർഷം മുമ്പ് വന്നാണ്. കേരളത്തിലേക്ക് എല്ലാ ടെക്നോളജിയിലും ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത്ര സർക്കാർ ഡയറക്റ്റ് ഇസ്രായേലിലേക്ക് ഞങ്ങൾ പഠിക്കാൻ വിട്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് പോയി അവിടെ പഠിക്കാൻ പറ്റി. അപ്പം ചെന്നപ്പോഴൊക്കെ ഒരുപാട് മറ്റുള്ള സ്റ്റേറ്റുകാർ അവിടെ പഠിക്കാനുണ്ട്. അതായത് ലോകമെമ്പാടും കാർഷിക മേഖല ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ മാറി എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു കാർഷിക മേഖല അവിടെ ഒരുപാട് പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അവർ കവർ ചെയ്ത് കൃഷിക്കാർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അത്ര റിസ്ക് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് മനസ്സ് വെച്ചാൽ മാനത്ത് വരെ വിളയിക്കാനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട്. അത് മനസ്സിലാക്കി കൃഷി ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നാടൻ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ട് കൂട്ടണ്ടായിട്ടുണ്ട്. ആരോഗ്യങ്ങളൊക്കെ സംരക്ഷിച്ച് തുടങ്ങേണ്ട ഒരു സമയമാണ് കേരളം. ഒരുപാട് ശ്രദ്ധിച്ച് തുടങ്ങി അല്ല. ഇപ്പൊ ഗവൺമെന്റ് ഇവിടെ ഒന്നരൊക്കെ ശ്രദ്ധിച്ച് ഈ കുറച്ച് മാർക്കറ്റിംഗ് അല്ലെ സെലിബ്രിറ്റീസിനൊക്കെ വെച്ച് മോഹൻലാലിനും മമ്മൂട്ടിനൊക്കെ ഇതിന്റെ പരസ്യ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ നല്ല പച്ചക്കറി കൃഷിക്കാരിൽ നിന്ന് മേടിക്കണം എന്നുള്ള സാധനങ്ങൾ മോഹൻലാലിനും മമ്മൂട്ടിനെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കണം. അല്ലാതെ ഗവൺമെന്റ് വലിയവരുടെയൊക്കെ ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ല. അപ്പൊ അവരൊക്കെ കൃഷിക്കാരാണ് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അവയർനെസ് കിട്ടും. നമ്മൾ ഈ എനിക്ക് തോന്നുന്നു സുഹൃത്ത് അങ്ങനെ നമുക്ക് ഈ സവാളയും കിഴങ്ങും ഒക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഈ സവാള അത്യാവശ്യം സാധ്യതകളാണ്. നമുക്ക് റിസ്ക് ഉള്ള വേണ്ടെന്ന. ഇപ്പൊ ഇസ്രായേൽ ചെയ്യുന്ന വെച്ചാൽ അവിടെ നമുക്ക് സുലഭമായിട്ട് അവർക്ക് ലാഭകരമായിട്ട് ചെയ്യാമെന്ന് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അല്ലാത്ത വേറെ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യും. സാധനം മതി. ഇവിടെ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റിന് എന്തോരം വെറൈറ്റികൾ ചെയ്യാൻ പറ്റും. മറ്റുള്ള സ്റ്റേറ്റ് ചെയ്യാൻ പറ്റാതെ ഇവിടെ ചെയ്യാൻ പറ്റും. റംബൂട്ടാൻ മറ്റുള്ള സ്റ്റേറ്റ് നടക്കില്ല. ചക്ക എല്ലാ സ്റ്റേറ്റിലും നടക്കില്ല, വേറെ രാജ്യത്ത് നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഐറ്റത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ പോരാ. എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്. പണ്ടൊക്കെ ചക്ക തിന്നണമെന്നുണ്ടെങ്കിൽ സീസണിൽ നോക്കിയിരിക്കണമായിരുന്നു. ജനുവരി ഫെബ്രുവരി നമുക്ക് എല്ലാ വർഷം ആദ്യം ആലോചിച്ച് നോക്കിയാൽ ഇത് മറ്റുള്ള സ്ഥലത്ത് നടക്കുക. ഇതൊക്കെ കിളുന്ന് ചക്കൊക്കെ തന്നെ ഡിമാൻഡാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. ഭയങ്കര അതിന്റെ ഒരു കണ്ടന്റ് അല്ലെ, അതിന്റെ മൈക്രോ ന്യൂട്രിയൻ കണ്ടന്റ് കൂടുതലാണ്. ഈ നമ്മളിവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തെങ്ങും ഇല്ലാത്തൊരു മണ്ണാണ്. അതാണ് പറഞ്ഞത്, ഇവിടുത്തെ മണ്ണ്. അത് വേറെ എങ്ങുമല്ലല്ലോ. ഇതിനകത്താണ് ഈ നിങ്ങളിപ്പോൾ സുഹിത്ത് അടക്കമുള്ള ഇവിടുത്തെ കർഷകർ കംപ്ലീറ്റ് കൃഷി ചെയ്യുന്നതാണ്. സുഹിത്ത് ഇതിനകത്താണ് ഈ പറഞ്ഞ പോലെ ഈ ഓരോ ക്രോപ്പും മാറി 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 അതിനകത്ത് ഈ നല്ല വിളവ് സുഹിത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, മറ്റുള്ള ഏത് ജില്ലയിലെ പച്ചക്കറി വെച്ച് നോക്കിയോ നമ്മുടെ ഇവിടെ ചൊരിമണല് തെങ്ങും കള്ള് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് തെങ്ങും കള്ള് കുടിച്ചിട്ടുള്ളവനാണെങ്കിൽ എവിടെ പോയി കുടിച്ചാലും എഫക്ട് ചെയ്യും. കാരണം അത്ര വെള്ളം നിൽക്കാത്തൊരു സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഒരു തണ്ണിമത്തൻ അയ്യോ അങ്ങനെ എല്ലാ പ്രോഡക്റ്റിനും അതിന്റെ ഒരു ക്വാളിറ്റി. ചീര എവിടെ നിന്ന് മേടിച്ചു നോക്കിയോ ഇവിടുന്ന് ചീര. ഇപ്പം അതല്ല എല്ലായിടത്തേക്കാളും വില ചീരൊക്കെ ഇവിടെ കൂടുതലാണ്. അത്ര കാണാനും ഭംഗിയുണ്ടാവും ഹൈവേസിലൊക്കെ പോകുമ്പോൾ അറിയാം. പക്ഷെ അതിന്റെ ഒരു വാല്യൂ അതിനകത്തുണ്ട്. ഈ ആനയുടെ ചെവി പോലെ വല്ല നല്ല വിഷറി പോലത്തെ ചീരയാണ് അല്ലേ. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അത് ഒരു ഞാൻ ഇവിടുത്തെ മണ്ണ് ഒരിക്കലും കുറ്റം. നമുക്ക് ഇച്ചിരി വളങ്ങൾ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇവിടുത്തെ മണ്ണ് പൊന്നി വിളയിക്കും. നമ്മളല്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇത് ഇവിടുത്തെ പോലെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളില്ല എന്നുള്ളതാണ്. ഈ
തണ്ണിമത്തൻ കൃഷി ചെയ്യാനുള്ളൊരു ഒരു തോന്നൽ എങ്ങനെയായിരുന്നു? തണ്ണിമത്തൻ, അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാരണ തണ്ണിമത്തൻ 5-6 വെറൈറ്റി, ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ മഞ്ഞയുണ്ട്, പുറം മഞ്ഞ, അങ്ങനെ പച്ച, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ തണ്ണിമത്തനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഡിമാൻഡും ഉണ്ട്. ഇപ്പൊ ആയിരിക്കും മാത്രമല്ല ഇപ്പൊ വിത്തുകുത്തി കൃഷി ആണെങ്കിൽ നമുക്ക് ഒരു 70 ദിവസം കൊണ്ട് പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ വർഷം ഏതാണ്ട് എല്ലാം കഴിഞ്ഞു. അല്ല, ഇപ്പൊ വിളവെടുക്കാനുണ്ട്. ഈ സീസൺ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഗ്യാപ്പ് ഇടും. മഴക്കാലത്ത് അത്ര മൂവ് ചെയ്യല. പക്ഷെ ഇത് തണ്ണിമത്തൻ റിസോർട്ടുകളിലൊക്കെ ആവശ്യമുണ്ട് ഇത്. കാരണം ഇത് മാത്രം കഴിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. വർഷത്തിൽ ഏതാണ്ട് എല്ലാ സമയത്തും നമ്മുടെ മണ്ണില് 300 വർഷം കൃഷി ചെയ്യാം. ചൊരിമണല് നിലത്ത് വളർത്തിയാലും കൃഷിയുണ്ട്. ചൊരിമണലിൽ കിടക്കണ വെള്ളക്കെട്ടില്ലാ സ്ഥലത്ത് ചെയ്യാൻ പറ്റും. ഇത് എല്ലാ ജില്ലയിലും നടക്കത്തില്ല. മറ്റേ പൂഴി പ്രദേശമൊക്കെ ആണെങ്കിൽ ഒരു മഴ പെയ്താൽ വെള്ളം നിൽക്കും, ഡാമേജ് ആയി പോകും. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. എല്ലാ പ്രദേശത്തും അതിന്റെ സാധ്യതകളുണ്ട്. അതനുസരിച്ച് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഞാനീ പറഞ്ഞ പോലെ തണ്ണിമത്തൻ നമുക്കിപ്പം മഴക്കാലത്ത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബാക്കി എല്ലാ സമയത്തും സുയിത്ത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ എനിക്കൊന്ന് സുയിത്താണ് കേരളത്തിൽ ഒരുപാട് പേർക്ക് തണ്ണിമത്തൻ കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം. ആദ്യം ഈ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഈ സാധനം ഇത്ര വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത്ര ബൾക്കായിട്ട് കൃഷി ചെയ്ത് തുടങ്ങിയ സ്ഥിതി ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്ത് മാത്രം വരുമാനം കണ്ടെത്തുന്നവരുണ്ട്. അത് മാത്രം ആ സീസണിൽ ചെയ്യും. മറ്റേത് നമുക്ക് കർണാടകത്തിൽ അങ്ങനെയല്ല, നമുക്ക് എല്ലാ മാസവും കിട്ടുന്നു. അതല്ല, കേരളത്തിലേക്ക് ഇത്രയും പ്രൊഡക്ഷൻ ചെയ്തിട്ടും ഒരു ന്യായമായ വില നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉപയോഗം കൂടിയേ. അപ്പൊ ഇനി സ്വീറ്റിന് അങ്ങനെ ഏതെങ്കിലും ഒരു ക്രോപ്പ് അങ്ങനെ ഇനി പരീക്ഷിക്കണം എന്നുണ്ടോ? അങ്ങനെ ഒരു എന്തെങ്കിലും പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതല്ല, നമ്മളൊക്കെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഏറ്റവും പീക്കിലാണ് ഞാൻ ചെയ്യുന്നത്. പരമാവധി എന്റെ കഴിയുന്നുള്ള സ്ട്രെയിൻ. അപ്പൊ ഇനിയിപ്പം ഗവൺമെന്റ് ഒക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മൊത്തത്തിലൊരു കേരളത്തില് ഒരു സംവിധാനമൊക്കെ തരാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഉറപ്പുണ്ട്. ചെറുപ്പക്കാർ ഒരുപാട് പേര് ഉറപ്പായിട്ടും ഓരോ ജില്ലയിലും നമുക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പാണ്. സുഹൃത്തിന് കൃഷിയിടം കാണാൻ ഒരുപാട് പേര് വരുന്നത് ഉറപ്പായിട്ടും വരുന്നുണ്ട്. ചെറുപ്പക്കാരടക്കം വന്ന് നിർദ്ദേശങ്ങൾ തരാറുണ്ട്. ഒരുപാട് പേര് സുഹൃത്തിനെ കണ്ട് ഈ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കാരണം മാർക്കറ്റിങ്ങിലൊക്കെ പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ മാർക്കറ്റിംഗിലൊക്കെ ആരെങ്കിലും വിളിച്ച് നമുക്ക് സഹായിക്കാൻ പറ്റിയ കഥകൾ നമ്മൾ സഹായിച്ചു കൊടുക്കും. മാത്രമല്ല ഇപ്പൊ നമുക്ക് ചില ഉൽപ്പന്നങ്ങളിൽ നമ്മുടെ അടുത്തുള്ള കർഷകരൊക്കെ എടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ രീതിക്കാണ് പോകുന്നത്. ശരി, അപ്പൊ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ നമുക്കെന്നും വിഷു, എന്നും വിഷു 300 ദിവസം വിഷുവാണ്. അതാണ് പ്രേക്ഷകരും കണ്ടു കാണും. സുഹൃത്ത് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതി തോന്നില്ല. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ 10-20 ഏക്കർ സ്ഥലത്ത് അത്രയും തന്നെ ഏതാണ്ട് അത്രത്തോളം തന്നെ വിളകളിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നൊരു യുവ കർഷകനാണ്. ഈ നമ്മൾ സുഹൃത്തിൻ്റെ കണിപ്പാടം കണ്ടു. കണിപ്പാടം എന്ന് പറഞ്ഞാൽ ഈ വളരെ മനോഹരമായ കണിവെള്ളരിക്കയും കണിമത്തങ്ങയും സുഹൃത്ത് നേരത്തെ പറഞ്ഞ പോലെ കണ്ടാൽ വാങ്ങാൻ തോന്നുന്ന തരത്തിലുള്ള അത്രയും ക്വാളിറ്റിയുള്ള കണിമത്തങ്ങ. നമുക്കറിയാം, പണ്ട് നമുക്ക് കർണാടകത്തിൽ നിന്നൊക്കെ വരണം കണിമത്തങ്ങ അടക്കം കേരളത്തിലെ കണിയാണ്. ഇന്ന് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കണിവെള്ളരിക്കയിൽ കണിമത്തങ്ങയൊക്കെ വച്ചിട്ട് മലയാളിക്ക് ഒരു സ്വന്തം കണി കാണാം എന്നുള്ളൊരു വലിയ ഗുണമുണ്ട്. അതൊരു വലിയ നേട്ടമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.